എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് വെച്ചാൽ ചക്കക്കുരു അതുപോലെ മുരിങ്ങയുടെ ഇലയും ചേർത്തിട്ടുള്ള ഒരു സാധാരണ നാടൻ കറിയാണ്. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യണത് ഇത്തിരി വ്യത്യാസമായിട്ടുള്ളൊരു മെത്തേഡിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് ഇത്തിരി കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അതിലതുപോലെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ സെയിം ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതലും വിറകടുപ്പിൽ തന്നെയാണ് കറികൾ വയ്ക്കാറ്. നമ്മൾ ഈ അടുപ്പിൽ എങ്ങനെയാണ് തീ പിടിപ്പിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ 2 മെത്തേഡിൽ ചെയ്യാറുണ്ട്. അതിലൊരു മെത്തേഡാണിത്. നമ്മളൊരു ചകിരിയിൽ ഒരു തിരി ഉണ്ടല്ലോ, ആ തിരി കത്തിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്നാൽ ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, ഇത്തിരി ഭാഗം ഓപ്പൺ ആവുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക ഒരു ചകിരി. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു വിറകും കൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തീ കത്തിപ്പിടിക്കും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു രീതിയിൽ കത്തിക്കാൻ കേട്ടോ. ചക്കക്കുരു വളരെ മൂപ്പ് കുറവായതാണ്. അതിൻ്റെ തൊലി പോലും ബ്രൗൺ കളർ ആയിട്ടില്ല. അത്രയും ടെൻഡറായിട്ടുള്ള ചക്കക്കുരുവാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ. ഞാൻ നീളത്തിൽ അല്ല വട്ടത്തിൽ 2 പീസായിട്ട് കട്ട് ചെയ്തൊക്കെയാണ്. ശരിക്കും കൂർക്ക കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവാൻ വച്ചൊക്കെയാണ്. നേരെ മറിച്ചത് നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വിസിൽ കൊടുത്താൽ തന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇപ്പോൾ അത് ആ പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചക്കക്കുരു വെന്ത് ഉടയുമ്പോഴാണ് ഈ കറിക്ക് ഗ്രേവി നല്ല കൊഴുപ്പ് ചാറായിട്ട് കിട്ടുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വല്ല കയ്യിലിൻ്റെ പിൻഭാഗം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടും ഉടച്ചെടുക്കാം. പക്ഷേ ഇത് നന്നായിട്ട് വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉടയ്ക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴും കറിക്ക് നല്ല കൊഴുപ്പായിട്ട് കിട്ടും. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ച് ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ മറ്റൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം നല്ല ചൂട്, കനലിൻ്റെ ചൂടും കുറച്ച് വിറകിൻ്റെ ചെറിയ പീസൊക്കെ അതിലുണ്ട്. അത് മതിയായിരിക്കും. കാരണം ഇനി അധികം കുക്കിംഗ് ടൈം ആവശ്യമില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 വറ്റൽമുളക് നടുമുറിച്ചത് ഇട്ട് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി ഒരുവിധം കുക്കാവുന്ന വരെ കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. പിന്നെ മുരിങ്ങയുടെ ഇലയ്ക്ക് കുറേ അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കുറച്ച് സമയം ഇളക്കിയാൽ തന്നെ നന്നായി വാടി വരും. അത് കുക്കായ ഒരു മണം വരും. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ വീണ്ടും ഇളക്കി നന്നായി മിക്സാക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ നമ്മൾ ചേർക്കരുത്. അതിങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടും ആവിയിൽ കിടന്നിട്ടും വേവേണ്ടതാണ്. വെള്ളം ഒഴിക്കരുത് ഈ സമയത്ത്. ഇപ്പോൾ തന്നെ മുരിങ്ങയുടെ ഇലയുടെ 1/4 വേവ് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് കുറേ അധികം സമയമായിട്ട് വേവിക്കരുത്. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇത്രയും ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ കൂർക്ക ഓൾറെഡി കുക്കായതാണ്. മുരിങ്ങയുടെ ഇല 1/4 ഭാഗം കുക്കായതാണ്. ഇപ്പോൾ ആ കൂർക്കയുടെ ആ ചൂടും ചക്കക്കുരു അതിൻ്റെ ചൂടും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗ്രേവിയുടെ ചൂടും എല്ലാതും മതി ഈ മുരിങ്ങയുടെ ഇല വേവാനായിട്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞത് ഈ അരപ്പ് അധികം സമയമായിട്ട് തിളപ്പിക്കരുത്.
നമ്മൾ പച്ച നാളികേരം അരച്ച് എന്ത് കറി വെക്കുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തേങ്ങ ഇട്ടിട്ട് അധിക നേരം ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക, അതിനൊന്ന് ചൂടാവണം, അതുപോലെ ഇതെല്ലാമായിട്ടൊന്ന് മിക്സ് ആവണം. ഇത്തിരി സമയം അതിന് ആവശ്യമുള്ളൂ. നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുത്തു. കാരണം നമ്മൾ ചക്കക്കുരു ആണ് ചേർത്തിരിക്കുന്നത്, കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.